വെൽക്കം ബാക്ക് ടു എഡ്യു വാലറ്റ്. +2 മലയാള പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്കുള്ള ആദ്യത്തെ 2 യൂണിറ്റിൽ എല്ലാ പാഠങ്ങളുടെയും കഥ, ആശയം വളരെ സിമ്പിളായി ഷോർട്ടായി ഒരൊറ്റ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പോയിട്ട് കാണാം. ആ ലിങ്കുകൾ കിട്ടാൻ വേണ്ടി അതുപോലെ ഇതേപോലെ മലയാളത്തിൻ്റെ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ടും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ കിട്ടണം. ഇംഗ്ലീഷിൻ്റെ ക്ലാസ് വേണം, ഫിസിക്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ വേണം, എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും വേണം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എഡ്യു വാലറ്റിൻ്റെ ഒരു ഫ്രീ വാട്സപ്പ് ചാനലാണ്. അതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ട മലയാളത്തിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഷുവർ ക്വസ്റ്റ്യൻസും എല്ലാം അവിടെ കിട്ടും. അതേപോലെ തന്നെ പിറ്റേ ദിവസം ഇംഗ്ലീഷിന്, ഫിസിക്സിന് എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും അതിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ. നമ്മൾ ഇതേപോലെ ഇനി അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരണം. ഒരു ദിവസം 4 വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല വീഡിയോ ഇട്ടത്. അപ്പോൾ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പരീക്ഷയുടെ അപ്പോൾ അത് മിസ്സാക്കരുത്. അപ്പോൾ നിങ്ങൾ ആ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് എപ്പോഴും ഇടയ്ക്ക് നോക്കുക പുതിയ വീഡിയോസ് ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ കാണാനും അതുപോലെ എല്ലാ ഷുവർ ക്വസ്റ്റ്യൻസൊക്കെ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള +2 മലയാളത്തിലെ 4 മാർക്ക്, 6 മാർക്ക്, 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം. നിർബന്ധമായിട്ടും പഠിക്കേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ്. ആദ്യം 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പ്രകാശം ജലം പോലെയാണെന്ന കഥയിലെ കുട്ടികൾക്ക് കാഡ്ജിനയിൽ നിന്നും വിഭിന്നമായി മാൻഡ്രിഡ് നഗരം എപ്രകാരമാണ് അനുഭവപ്പെടുന്നത്? മാർക്വസിൻ്റെ പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ ടോട്ടോവും ജോവലും താമസിച്ചിരുന്ന കാഡ്ജിന കൊളംബയിലെ ഒരു തുറമുഖ പട്ടണമാണ്. ഇവർ ആദ്യം താമസിച്ചിരുന്നത് കാഡ്ജിനയിലാണ്. അതൊരു തുറമുഖ പട്ടണമാണ്. കടലും വെള്ളവും വെള്ളപ്പുരയും കളിയിടങ്ങളും എല്ലാം നല്ല വീതി വിസ്തൃതിയുള്ള സ്ഥലമായിരുന്നു. അവരവിടെ ഉല്ലസിച്ച് ജീവിക്കുകയായിരുന്നു. ആ സമയത്താണ് അവർ മാഡ്രിഡ് എന്ന് പറയുന്ന ഒരു പരിഷ്കൃത നഗരത്തിലേക്ക് മാറുന്നത്. തുറമുഖ പട്ടണത്തിൽ നിന്നും പരിഷ്കൃത നഗരത്തിലേക്ക് മാറുന്നു. അവിടെ 5ാം നിലയിലെ കുടുസ് അപ്പാർട്ട്മെൻറ്റിലേക്ക് കുട്ടികൾ ഒതുങ്ങിക്കൂടേണ്ടി വന്നു. ചെറിയൊരു കുടുസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കാഡ്ജിനയിൽ ഉണ്ടായിരുന്ന ബാല്യ സൗഭാഗ്യങ്ങളെല്ലാം കുട്ടികൾക്ക് മാൻഡ്രിഡിൽ നഷ്ടമായി. കാഡ്ജിനയിലെല്ലാം ഇവിടെ വന്നപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടമായി എന്നാണ് പറയുന്നത്. തന്നെ അധിക്ഷേപിക്കുന്ന ദുഷ്യന്തനോടുള്ള പ്രതികരണമായി ശകുന്തള പറയുന്ന ലോക തത്വങ്ങൾ വിശദമാക്കുക. എന്തൊക്കെ മറുപടിയാണ് ശകുന്തള കൊടുക്കുന്നത്? ഈ പാഠഭാഗം ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാ പാഠത്തിൻ്റെയും ആശയം പറയുന്ന സിമ്പിൾ ഷോർട്ട് വീഡിയോ കാണാൻ മറക്കണ്ട. എല്ലാത്തിൻ്റെയും കഥ മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ശകുന്തള ദുഷ്യന്തനോട് പറയുന്നുണ്ട്? പണ്ഡിതോജ്വലമായിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. ശുദ്ധജലത്തിൽ കുളിച്ചാലും ചെളി വാരി പൂശിയാലേ മതയാനയ്ക്ക് തൃപ്തിയാവൂ. അതേപോലെ പരനിന്ദ കൊണ്ടേ ദുഷ്യന്തന് സന്തോഷം വരൂ. സജ്ജനം ദുർജനത്തെ പോലും നിന്ദിക്കയില്ല, എന്നാൽ ദുർജനം സജ്ജനത്തെയും നിന്ദിക്കും. അതായത് നിങ്ങളെപ്പോലെയുള്ള വ്യക്തികൾ എത്ര വെള്ളത്തിൽ കുളിച്ചാലും ചെളി വാരി പൂശിയാലേ നിങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ നിന്ദിക്കുകയാണ്. പരനിന്ദ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ കുറ്റങ്ങളും തെറ്റുകളും കണ്ടുപിടിക്കുക, അത് അവരോട് പറയുക, അങ്ങനെ അവരെ നിന്ദിക്കുക. അതാണ് പരനിന്ദ. മാത്രമാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ. എത്ര നല്ല ആൾക്കാർ വന്ന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അതിൻ്റെ ഉള്ളിലുള്ള അശുദ്ധമായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ മാത്രമേ ഇവർ ഗ്രഹിക്കുള്ളൂ. വിരൂപനായ ആൾ കണ്ണാടി കാണും വരെ താൻ സുന്ദരൻ എന്ന് ധരിക്കും പോലെ തൻ്റെ കുറ്റങ്ങൾ തിരിച്ചറിയാത്തവനാണ് ദുഷ്യന്തൻ. അന്യൻ്റെ കടുകോളമുള്ള കുറ്റം കണ്ടെത്തി ആക്ഷേപിക്കുന്നവൻ ആനയോളം പോരുന്ന തൻ്റെ കുറ്റങ്ങൾ ഒട്ടും കാണാറില്ല. എഴുത്തച്ഛൻ്റെ കണ്ണാടി കാണുമ്പോളവും എന്ന കവിതയിൽ തന്നെ ആക്ഷേപിച്ച ദുഷ്യന്തനോട് ഈ ലോകതത്വങ്ങൾ പറഞ്ഞാണ് ശകുന്തള പ്രതികരിക്കുന്നത്. ദുർജനം സജ്ജനത്തെക്കുറിച്ച് പറയുന്നത്. ദുർജനങ്ങൾ എന്ത് ചെയ്യും? നല്ല ജനങ്ങളെ മനസ്സിലാക്കാൻ പറ്റില്ല, അവരെ നിന്ദിക്കും. അതുപോലെ തന്നെ കടുകോളം വരുന്ന കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ശുദ്ധജലത്തിൽ കുളിച്ചാലും ചെളി വാരി പൂശിയാലും നിങ്ങൾക്ക് തൃപ്തിയാവുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അടുത്തത് ചെറിയ ക്വസ്റ്റ്യനാണ്. കലാമണ്ഡലം ഹൈദരലിക്ക് ബാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ചെറിയൊരു ക്വസ്റ്റ്യൻ, 3 മാർക്കിനൊക്കെ ചോദിക്കാം. ഓട്ടുപാറയിലെ പാട്ടുകാരൻ മൊയ്തുട്ടിക്ക് വയസ്സുകാലത്തുണ്ടായ മകനാണ് ഹൈദരലി. മൊയ്തുട്ടിയുടെ മകനാണ് നമ്മുടെ കലാമണ്ഡലം ഹൈദരലി. ഹൈദറിന് 5 വയസ്സായപ്പോൾ ബാപ്പ മരിച്ചുപോയി. അക്കാലത്തിനിടയിൽ മകനെ മടിയിൽ കിടത്തി മൊയ്തുട്ടി പാടിക്കൊടുത്ത പാട്ടാണ് ഹൈദരലിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സ്വത്ത്. വാപ്പയിൽ നിന്ന് പകർന്നു കിട്ടിയ പാട്ടാണ് ഹൈദരലിയെ പാട്ടുകാരനാക്കിയത്.
അടുത്തത് അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന നാടകത്തിൽ കഥാപാത്രങ്ങൾ ഏതൊക്കെ പ്രവണതകളുടെ പ്രതിനിധികളാവാം? അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന് പറയുന്നില്ല കഥാപാത്രങ്ങളെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഈ പാഠത്തിൽ എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഇത് എഴുതി വയ്ക്കാം. രഘുവംശത്തിലെ അവസാനത്തെ രാജാവായ അഗ്നിവർണ്ണൻ്റെ കഥാപശ്ചാത്തലത്തിൽ സമകാലിക രാഷ്ട്രീയ ജീർണതകളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്ന നാടകമാണ് കാവാലത്തിൻ്റെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ. അപ്പം ഇതിലെ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ ഭരണകർത്താക്കൾ ചെയ്യുന്ന തെറ്റുകൾ, അവിടെ നടക്കുന്ന ജീർണതകൾ, അവിടുത്തെ നാശം, അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന കുറേ പിഴവുകൾ, അതിനെല്ലാത്തിനെയും ഒരു ഹാസ്യരൂപം, ആക്ഷേപഹാസ്യത്തിലൂടെ നാടകത്തിൽ അവതരിപ്പിച്ചേക്കാണ് കാവാലൻ നാരായണ പണിക്കരുടെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ. നാടകത്തിൽ അഗ്നിവർണ്ണൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന മരക്കാലുകൾ എല്ലാത്തര രാഷ്ട്രീയ ജീർണതയുടെയും അടയാളമാണ്. അവിടെ രാജാവില്ല, വെറും 2 മരക്കാല് മാത്രമേ ഉള്ളൂ. കേവലരാമൻ നിരക്ഷരനും നിഷ്കളങ്കനുമായ സാധാരണ പ്രജയാണ്. അയാൾക്ക് തൻ്റെ അവകാശങ്ങളെക്കുറിച്ചോ രാജാവിൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. ചിന്താരാമനും അയാളുടെ കയ്യിലെ പുസ്തകവും നമ്മുടെ ഭരണഘടനയെയും നീതിന്യായ വ്യവസ്ഥയെയും പ്രതിനിധീകരിക്കുന്നു. അധികാരത്തിൻ്റെ ഇടനാഴിയിലെ ഉപജാപക സംഘമാണ് കൊത്തുവാളും രാജഗുരുവും വിദൂഷകനും. അതായത് അധികാരം രാജാവിനാണെങ്കിലും അവരിടയിൽ കിടന്ന് രാജാവിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് കൊത്തുവാള്, രാജഗുരു, വിദൂഷകൻ. രാജാവിനെ പുകഴ്ത്തുക, ജനങ്ങളെ മനസ്സിലാക്കുന്നില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ പരിഹസിക്കുക, ഒരു ശുദ്ധീകരണത്തിന് ശേഷിയുള്ള ജനത്തിൻ്റെയോ മാധ്യമങ്ങളുടെയോ പ്രതിനിധിയായി അടിച്ചുതളിക്കാരിയെ കണക്കാക്കാം. ഇതെല്ലാം ശുദ്ധീകരിക്കാൻ വേണ്ടി കയറി വരുന്ന ഒരു കഥാപാത്രമാണ് അടിച്ചുതളിക്കാരി. അടുത്ത ക്വസ്റ്റ്യൻ, അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ സൂചിപ്പിക്കുന്ന വിപണിയുടെ പ്രത്യേകതകൾ കുറിക്കുക. എന്തൊക്കെയാണ് അവകാശങ്ങളുടെ പ്രശ്നത്തിൽ പറയുന്നത്? ഉൽപ്പന്ന ധാരാളിത്തം. ഒരു ചിത്രം തന്നെ ഒരുപാടെണ്ണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഒരുപാടുണ്ട്. അതാണ് ഉൽപ്പന്ന ധാരാളിത്തം. നിർമ്മമത, വെളിച്ചത്തിൻ്റെ ചതിക്കുഴികൾ എന്നിങ്ങനെ നമ്മൾ ചില ഡ്രസ്സുകളൊക്കെ എടുക്കുമ്പോൾ കടയുടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ടാവും, പുറത്ത് വന്നാലാവും അത് വേറെ രീതിയിൽ കാണാം. അപ്പോൾ അതൊക്കെ അവിടെ യൂസ് ചെയ്യുന്ന വെളിച്ചത്തിൻ്റെ ഒക്കെ ഇതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറയണത്. ഉൽപ്പന്നത്തിൻ്റെ ധാരാളിത്വം, നിർമ്മത, വെളിച്ചത്തിൻ്റെ ചതിക്കുഴികൾ എന്നിങ്ങനെ വിപണിയുടെ പ്രത്യേകതകൾ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ പ്രകടമാണ്. ഇതിൻ്റെ അവസാനം കുട്ടികൾ വന്നിട്ട് ചിത്രം ചോദിക്കുന്നത് ദിവാകരനെയാണ്. അദ്ദേഹം ആ കടക്കാരൻ ദിവാകരനെ പൊതിഞ്ഞു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം അവർ സ്വാർത്ഥരാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഇന്നത്തെ കച്ചവട രംഗത്തെ ആൾക്കാർ തയ്യാറാണ്. എല്ലാ തരത്തിലുള്ള ചതിയും വഞ്ചനകളും എല്ലാം കച്ചവടങ്ങളിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. എണ്ണമറ്റ കടകൾ, ഒരിക്കലും അടയ്ക്കാത്ത കടകൾ, അവിടെയുള്ള ഛായാപടങ്ങളുടെ മഹാസാഗരം, ഇതെല്ലാം ഉൽപ്പന്ന ധാരാളിത്തമാണ് സൂചിപ്പിക്കുന്നത്. ഒരേ കട തന്നെ ഒരുപാട് എണ്ണം ഉണ്ട്, ഒരേ സംഭവം വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അതാണ് ഉൽപ്പന്ന ധാരാളിത്തം. ആവശ്യത്തിനല്ല ഒന്നും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ധാരാളമായിട്ട് അത് കുന്നുകൂടുന്നുണ്ട്. കടകളിലെ വെളിച്ചത്തിൻ്റെ ചതിക്കുഴിയിൽ വീണ ദിവാകരൻ തൻ്റെ അന്വേഷണത്തിൽ പതറിപ്പോകുന്നത് വിപണി ഒരുക്കുന്ന ചതിക്കുഴിയെ സൂചിപ്പിക്കുന്നു. കടക്കാർ ദിവാകരനോട് ഒരു അനുഭാവവും കാണിക്കുന്നില്ല, ഏതെങ്കിലും പടം പോരെ എന്ന് പരിഹസിക്കുന്നുമുണ്ട്. ഒടുവിൽ ദിവാകരനെ തന്നെ വിൽപ്പന ചരക്കാക്കുന്നു. ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന വിപണിയുടെ നിർദ്ദയത്വം ഇവിടെ സൂചിപ്പിക്കുന്നു. ഇനി അത് വേണ്ട, മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓണക്കാലത്ത് സംഘടിപ്പിക്കുന്ന നാടൻ കലാമേളയിൽ പടയണി അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി നടത്താനുള്ള ആമുഖ പ്രഭാഷണം തയ്യാറാക്കുക. പടയണിയെ കുറിച്ചിട്ട്, അപ്പോൾ പടയണിയെ കുറിച്ചിട്ട് വേണം പറയാനായിട്ട്. മധ്യ തിരുവിതാംകൂറിൽ ഭഗവതി കാവുകളിൽ ആചരിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി. കൊട്ടും പാട്ടും തുള്ളലും ചിത്രങ്ങളും ശില്പങ്ങളും ഈ കലാരൂപത്തിൻ്റെ പ്രത്യേകതകളാണ്. പാട്ടിൻ്റെയും തപ്പുതാളങ്ങളുടെയും തീപന്തങ്ങളുടെയും അകമ്പടിയോടെ കോലങ്ങൾ ഉറഞ്ഞു തുള്ളുന്നു. ഗണപതി, മറുത, കാലൻ, കുതിര, പക്ഷി, യക്ഷി, ഭൈരവി തുടങ്ങി നിരവധി കോലങ്ങൾ പടയണിയിലുണ്ട്. ഓരോ കോലത്തിനും പ്രത്യേക പാട്ടുകളും ചുവടുകളുമുണ്ട്. കാലൻ കോലത്തിൻ്റെ തുള്ളലിൽ നാടകീയത ഏറി നിൽക്കും. നടന്മാരും കാണികളും ഒന്നു ചേർന്ന് അവതരിപ്പിക്കുന്ന ഉദാത്തമായ അനുഭവമാണ് കോലം തുള്ളലിൽ നിന്നുണ്ടാകുന്നത്. പടയണി പാട്ടുകളും കാവ്യാത്മകമാണ്. ദേവതാസ്തുതികൾ മുതൽ സാമൂഹിക വിമർശനം വരെ അതിലുണ്ട്. ഒരു അനുഷ്ഠാന കലാരൂപമാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ പാട്ടുണ്ട്, തുള്ളലുണ്ട്, ചിത്രങ്ങളുണ്ട്, ശില്പങ്ങളുണ്ട്, എല്ലാം ഇതിലുണ്ട്. തപ്പുതാളങ്ങൾ, തീപന്തങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ കോലങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഗണപതി, കാലൻ, കുതിര, പക്ഷി, യക്ഷി എന്നൊക്കെ പറയുന്ന ഇതിലാണ്. ഇതിലൊരു കാവ്യാത്മകതയുണ്ട്. അതുപോലെ ദേവതാസ്തുതികൾ, ഹിന്ദു മതത്തിൽപ്പെട്ട ദൈവങ്ങളെ സ്തുതിക്കുന്ന രീതിയിലുള്ള പടയണികളുണ്ട്. അതുപോലെ സാമൂഹിക വിമർശനം ചെയ്യുന്ന പടയണികളും ഉണ്ട്. ഇത് വേറൊരു ചാപ്റ്ററാണ് കേട്ടോ. വേറെ ചാപ്റ്റേഴ്സ്, നമുക്ക് ഫുൾ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണിത്.
ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠം ഇത് ഒരു 6 മാർക്കിൻ്റെ ചോദ്യമാണ് അടുത്തത്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 6 മാർക്കിൻ്റെ ഓണപ്പരീക്ഷയ്ക്കുള്ള പാഠങ്ങളിലെ ഒരു ചോദ്യമാണ് അടുത്തത്. പ്രകാശം ജലം പോലെയാണ് എന്ന കഥയിലെ അച്ഛനമ്മമാരുടെ സ്വഭാവ സവിശേഷതകൾ വിശദമാക്കുക. 6 മാർക്കാണ്. സോ ടോട്ടോ, ജോവൽ എന്നീ 2 കുട്ടികൾ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന മാർക്വസിൻ്റെ കഥയാണ് പ്രകാശം ജലം പോലെയാണ്. ഈ പാടൊക്കെ ഞാൻ കഥ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ കഥ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് ഞാൻ വായിക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. മാജിക്കൽ റിയലിസത്തിന് മികച്ച ഉദാഹരണമായി ഈ കഥയെ പല നിരൂപകരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടോ, ജോവൽ 2 കേന്ദ്ര കഥാപാത്രങ്ങളുണ്ട്. മാജിക്കൽ റിയലിസത്തിന് ഒരു ഉദാഹരണമാണ് ഈ പാഠഭാഗം. കാഡ്ജിനെ ഇന്ത്യാസ് എന്ന തുറമുഖ നഗരത്തിൽ നിന്നും മാൻഡ്രിഡ് എന്ന പരിഷ്കൃത നഗരത്തിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടവരാണ് ടോട്ടോയും ജോവലും. അവർ നല്ല ഗ്രേഡ് വാങ്ങിക്കഴിഞ്ഞാൽ തുഴവെള്ളം വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് അവർ മാതാപിതാക്കൾക്ക് മുമ്പിൽ നിർദ്ദേശം വെക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് തുഴവെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ, അതായത് അവരൊരു ഫ്ലാറ്റിൽ ഇടുങ്ങിക്കൂടി ജീവിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു തുഴവെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ പാരൻസ് പറയാണ് നിങ്ങൾ നല്ല ഗ്രേഡ് വാങ്ങുക. പുഴയോ കടലോ ഇല്ലാത്ത മാൻഡ്രിഡ് എന്ന പരിഷ്കൃത നഗരത്തിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലെ 5ാം നിലയിൽ താമസിക്കുന്ന ഈ കുട്ടികളുടെ ആവശ്യം വിചിത്രമാണെങ്കിലും രക്ഷിതാക്കൾ അത് സാധിച്ചു കൊടുക്കുന്നു. കുട്ടികളുടെ ആഗ്രഹങ്ങൾ വേഗം സാധിച്ചു കൊടുക്കുന്നയാളാണ് അച്ഛൻ. എന്നാൽ കുട്ടികളുടെ സ്വഭാവം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള അമ്മ ചിലപ്പോഴേക്ക് ഇതിനെ എതിർക്കുന്നു. കഥയുടെ തുടക്കത്തിൽ കുട്ടികൾ തുഴവെള്ളം വാങ്ങിത്തരാൻ ആവശ്യപ്പെടുമ്പോൾ അമ്മ പറയുന്നത് വള്ളം തുഴയാൻ ഇവിടെ ഷവറിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ സ്കൂളിൽ ഉയർന്ന ഗ്രേഡ് വാങ്ങുമ്പോൾ ഭാര്യയോട് പറയാതെ അച്ഛൻ അവർക്ക് വെള്ളം വാങ്ങിക്കൊടുക്കുന്നു. വള്ളത്തെ ഏണിപ്പടികൾ വഴി കുട്ടികൾ മുകളിലെത്തിക്കുമ്പോൾ പപ്പ പറയുന്നത് കൊള്ളാം, അഭിനന്ദനങ്ങൾ എന്നാണ്. 1ാം സെമിസ്റ്ററിൽ ഏറ്റവും നല്ല വിദ്യാർത്ഥികളുടെ സമ്മാനം വാങ്ങിയാൽ ആഴങ്ങളിൽ മുങ്ങാനുള്ള ഉപകരണങ്ങൾ വാങ്ങിത്തരണമെന്ന് കുട്ടികൾ ആവശ്യപ്പെടുന്നു. അപ്പോൾ അമ്മ പറയുന്നത് ചെയ്യേണ്ടത് ചെയ്തിട്ട് ഈ പിള്ളേർ ഒരാണി പോലും സമ്മാനമായി വാങ്ങിയില്ല. എന്നാൽ എന്തെങ്കിലും വേണമെന്ന് അവർക്ക് വാശി തോന്നിയാൽ എന്തും ചെയ്യും. വേണമെങ്കിൽ ടീച്ചറുടെ കസേര പോലും അവർ നേടിയെടുക്കും. കുട്ടികളുടെ മാനസിക വ്യാപാരത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരമ്മയെ ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യില്ല. പകരം അവർക്ക് എന്തെങ്കിലും വാശി തോന്നി ഇത് വേണം എന്ന് തോന്നിയാൽ അവരത് ചെയ്തിരിക്കും. വർഷാവസാനം മാതൃകാ വിദ്യാർത്ഥികളായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ തങ്ങളുടെ സഹപാഠികൾക്ക് വീട്ടിൽ വെച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് പാകത വന്നതിൻ്റെ തെളിവാണതെന്ന് പപ്പ പറയുമ്പോൾ അത് സത്യമാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് അമ്മ പറയുന്നത്. ഈ കഥയിൽ മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ ഒരുപോലെ ശ്രദ്ധാലുക്കളാണ്, സമീപനത്തിൽ വ്യത്യസ്തരാണ്. 2 പേർക്കും അമ്മയ്ക്കും അച്ഛനും വേറെ വേറെ അഭിപ്രായമാണെങ്കിൽ കൂടി 2 പേര് എന്ത് ചെയ്യുന്നുണ്ട്, മാതാപിതാക്കൾ കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് എന്ത് പറ്റും, അവർക്ക് എന്ത് പറ്റില്ല, അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇതിൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ മുങ്ങിപ്പോകുന്ന ഉപഭോക്താവിൻ്റെ ധർമ്മസങ്കടം എന്ന നിലയിൽ അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയെ വിലയിരുത്തുക. അതായത് ഈ പാഠഭാഗം അവകാശങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഒരു കുറിപ്പ്, ഒരു വിലയിരുത്തലാണ്. ഇതുപോലെ ഈ പാഠത്തിന് എന്ത് വന്നാലും നിങ്ങൾക്ക് ഈ കണ്ടൻറ്റൊക്കെ അതിൽ വരാം. സോ പലതരത്തിലുള്ള വായനകൾ സാധ്യമായൊരു കഥയാണ് പി പത്മരാജൻ്റെ അവകാശങ്ങളുടെ പ്രശ്നം. നമുക്ക് പല രീതിയിലും പല ആശയങ്ങളും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നെങ്കിൽ പറയാം സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ തിരിച്ചറിയാൻ പറ്റാത്തൊരു മകൻ, അങ്ങനെ സ്വന്തം അസ്തിത്വം നഷ്ടപ്പെട്ടൊരു മകൻ, അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ കച്ചവട മേഖലയിൽ നടക്കുന്ന ധാരാളിത്തത്തെക്കുറിച്ച് പറയാം. അങ്ങനെ കുറേ ആശയങ്ങൾ ഈ പാഠഭാഗത്തിലുണ്ട്. മരിച്ചവരുടെ ഛായാചിത്രങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവിലേക്ക് നട്ടുച്ചയ്ക്ക് വിയർത്ത് കിതച്ചെത്തുന്ന ദിവാകരൻ സ്വന്തം മാതാപിതാക്കളുടെ ചിത്രമാണ് അന്വേഷിക്കുന്നത്. തെരുവിൻ്റെ ഇരുഭാഗത്തുമുള്ള കടകളിൽ തൂക്കിയിട്ടിരിക്കുന്ന അസംഖ്യം ഛായാപടങ്ങളിൽ തന്നെ വേണ്ടപ്പെട്ടവരെ തിരഞ്ഞു നിരാശനാവുകയാണ് ദിവാകരൻ. ഉൽപ്പന്നങ്ങളുടെ പെരുക്കത്തിൽ മുങ്ങിപ്പോകുന്ന ഉപഭോക്താവായി ദിവാകരൻ മാറുന്നു. കടയിൽ തൂക്കിയിട്ടിരിക്കുന്ന അസംഖ്യം ചിത്രങ്ങൾ ദിവാകരനെ അന്താളിപ്പിക്കുന്നു. ഫോട്ടോ തിരയുമ്പോൾ ദിവാകരന് അനുഭവപ്പെടുന്ന പരിഭ്രമവും നിരാശയും ഇത് വ്യക്തമാക്കുന്നുണ്ട്. രാപ്പകൽ ഭേദമില്ലാതെ എപ്പോഴും തുറന്നു വച്ചിരിക്കുന്ന കടകളിലെ എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത ഉൽപ്പന്നങ്ങളുടെ പെരുക്കം ദിവാകരനെ പരിഭ്രമിക്കുകയും നിരാശനാക്കുകയും ചെയ്യുന്നു. രാത്രിയെന്നില്ല പകലെന്നില്ല, ഫുൾ ടൈം അത് കടകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അതാണ് രാപ്പകൽ ഭേദമില്ലാതെ എന്ന് പറയുന്നത്. ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ തനിക്ക് വേണ്ടപ്പെട്ട ചിത്രങ്ങൾ ഏതെന്നറിയാതെ ദിവാകരൻ കുഴഞ്ഞു പോകുന്നു. ഛായാപടങ്ങൾക്ക് കൂടുതൽ മിഴിവേകാൻ കച്ചവടക്കാർ അവരുടെ ഭാവന വിലാസമനുസരിച്ച് കടകളിൽ നിറച്ച കൃത്രിമമായ വെളിച്ചവും ദിവാകരനെ കബളിപ്പിക്കുന്നുണ്ട്.
സമുദ്രം പോലെ പടർന്നു കിടക്കുന്ന ഛായാചിത്രങ്ങളുടെ പെരുക്കം ദിവാകരൻ്റെ ആത്മവിശ്വാസത്തെ ഉലയ്ക്കുകയും ദിവാകരനെ തളർത്തുകയും ചെയ്യുന്നു. ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ തനിക്ക് ആവശ്യമുള്ള മുഖങ്ങൾ തന്നെ ദിവാകരൻ മറന്നുപോയി എന്ന് കഥാകൃത്ത് കഥയിൽ സൂചിപ്പിക്കുന്നു. ഞാൻ എന്തിനാ വന്നതെന്ന് പോലും അദ്ദേഹത്തിന് അവസാനം ഓർമ്മയില്ല. ഇങ്ങനെ ഉൽപ്പന്നങ്ങളുടെ ധാരാളിത്തത്തിൽ മുങ്ങിപ്പോകുന്ന ഉപഭോക്താവിൻ്റെ ധർമ്മസങ്കടമാണ് അവകാശങ്ങളുടെ പ്രശ്നം എന്ന കഥയിൽ വളരെ കൃത്യമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കാം. ഇതൊക്കെ വേറെ ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അരങ്ങിൽ വരാത്ത അഗ്നിവർണ്ണനെക്കുറിച്ച് മറ്റ് കഥാപാത്രങ്ങൾ നൽകുന്ന ചിത്രം അവതരിപ്പിക്കുക. അതായത് ബാക്കിയുള്ള കഥാപാത്രങ്ങൾ എങ്ങനെയാണ് അഗ്നിവർണ്ണനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടൻറ്റൊക്കെ തന്നെ കൊടുക്കുക. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ കാവാല നാരായണ പണിക്കരുടെ അഗ്നിവർണ്ണൻ്റെ കാലുകൾ എന്ന് പറയുന്നത് ഒരു തനത് നാടക ശൈലിയിൽ രചിച്ച നാടകമാണ്. അധികാരത്തിൻ്റെ ജീർണതയെക്കുറിച്ചാണ് ഈ നാടകത്തിൽ പറയുന്നത്. 6 കഥാപാത്രങ്ങളും ഗായക സംഘവും രാജാവിൻ്റെ പ്രതീകമായ മരക്കാലും ഇതൊക്കെ നമ്മളിതിൽ കാണുന്നത്. ഇതിൽ അരങ്ങിൽ വരാത്ത അഗ്നിവർണ്ണനെക്കുറിച്ച് നല്ലൊരു ചിത്രം ലഭിക്കുന്നത് ഇവരിലൂടെയാണ്. ഈ 6 കഥാപാത്രങ്ങളിലൂടെയാണ് അഗ്നിവർണ്ണൻ ആരാണ്, എങ്ങനെയാണ് ആ രാജാവ് നമുക്ക് മനസ്സിലായത്. അതായത് നാടകത്തിലുടനീളം പരാമർശിക്കുന്ന ഒരു പേരാണ് അഗ്നിവർണ്ണ മഹാരാജാവ്. ഒരിക്കൽ പോലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നില്ല. അതുപോലെ തന്നെ മരക്കാലും തലയിലേറ്റി വരുന്ന വിദൂഷകനാണ് കണ്ടുകിട്ടാത്ത ദൈവമായ അഗ്നിവർണ്ണൻ്റെ അസാമാന്യവും അസുലഭവുമായ കാലുകളെ ആദ്യമായി പരിചയപ്പെടുന്നത്. അതായത് ഇവർക്കാണ് ആകെക്കൂടെ വിദൂഷകനാണ് ഈ മരക്കാലം തൂങ്ങി വരുന്നത്. അങ്ങനെ കൊത്തുവാൾ എന്ന നിയമരാമനിലൂടെ രാജാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നുണ്ട്. അഗ്നിവർണ്ണ മഹാരാജാവിന് ഏറെ ഇഷ്ടം തൻ്റെ കുലത്തിലെ അത്യുന്നതനായിരുന്ന ശ്രീരാമചന്ദ്രൻ്റെ പേര് കൂട്ടി എല്ലാവരും അറിയപ്പെടുന്നതാണ്. ശ്രീരാമചന്ദ്രൻ എന്നും കൂടി അറിയുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ ആദർശങ്ങൾ പ്രാവർത്തികമാക്കാതെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത പ്രകടനങ്ങൾ നടത്തുന്ന ഭരണാധികാരി തൻ കാര്യലാഭം മാത്രമാണ്. അതായത് ശ്രീരാമചന്ദ്രൻ്റെ പേരും കൂട്ടി എല്ലാവരും അറിയപ്പെടണം എന്നാണ് അഗ്നിവർണ്ണൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ശ്രീരാമചന്ദ്രൻ്റെ പേര് കൂടെ കൂട്ടണമെന്ന്. പക്ഷേ ശ്രീരാമൻ്റെ ആദർശങ്ങളൊന്നുമില്ലാത്ത, ശ്രീരാമൻ എന്തൊക്കെ കാര്യങ്ങളാണോ പ്രവർത്തിച്ചത് അതൊന്നും സ്വന്തം ജീവിതത്തിലെ അത് പ്രാവർത്തികമാക്കാത്ത ഒരു രാജാവാണ് അഗ്നിവർണ്ണൻ എന്ന് പറയുന്നത്. പിന്നെ രാജാവിനെ ഒരു തവണയെങ്കിലും ഒന്ന് കാണണമെന്ന് തീവ്ര മോഹവുമായി എത്തുന്ന കേവലരാമൻ രാജാവിനെയും ഭരണത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ചിന്താരാമൻ എന്ന് തീവ്രമോഹമായി എത്തുന്ന കേവലരാമൻ രാജാവിനെയും ഭരണത്തെയും കുറിച്ച് നല്ല ധാരണയുള്ള ചിന്താരാമൻ ഭരണമെന്നാൽ തൻ്റെ കയ്യിലെ ദണ്ഡിനാൽ അമർച്ച ചെയ്യാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന കൊത്തുവാൾ തിരുവഴുത്തലും തൻ്റെ അധീനതയിലാണെന്ന് വിശ്വസിക്കുന്ന രാജഗുരു, ഇവരിൽ നിന്നെല്ലാം രാജാവിനെ കുറിച്ച് ഭംഗിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ രാജാവിനെ കാണാൻ വേണ്ടി കേവലരാമൻ വരുന്നു. എങ്ങനെയാണ് രാജാവ് എന്ന് കൃത്യമായിട്ട് ചിന്താരാമൻ അറിയാം. അതേപോലെ തന്നെ ഒരു ദണ്ട് കയ്യിൽ വെച്ച് അതിലെല്ലാം എനിക്ക് അടക്കി അമർച്ച ചെയ്യാൻ പറ്റും, എല്ലാവരെയും അടിച്ചമർത്താം എന്ന് വിശ്വസിക്കുന്ന കൊത്തുവാളുണ്ട്. എല്ലാം തൻ്റെ അധീനതയിലാണെന്ന് വിശ്വസിക്കുന്ന രാജഗുരു. ഇവരൊക്കെയാണ് രാജാവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അടുത്തത് കലാമണ്ഡലം സഹവിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സമീപനത്തെക്കുറിച്ച് ഹൈദരലിയുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? അതാണ് ചോദ്യം. കഥകളി സംഗീത ലോകത്തെ വിസ്മയമായ കലാമണ്ഡലം ഹൈദരലി അവഗണനയും പരിഹാസവും അനുഭവിച്ചു വളർന്ന കലാകാരനാണ്. ആത്മകഥയായ മഞ്ജുതരത്തിൽ നിന്നും എടുത്തിട്ടുള്ള പദത്തിൻ്റെ പദത്തിൽ എന്ന ഭാഗത്ത് ജാതി മതങ്ങൾക്കതീതമാണ് കല എന്ന് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ വലിയ കലാകാരനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പാഠഭാഗത്തിലെ ജാതി മതങ്ങൾ, കല എന്ന് പറയുന്നത് ജാതി മതങ്ങൾക്കതീതമാണ്. ജാതി സൃഷ്ടിച്ച അതിർവരമ്പുകളെ മായ്ക്കാൻ കഴിവുള്ള ഒന്നാണ് കല എന്ന് തെളിയിച്ച ആളാണ് കലാമണ്ഡലം ഹൈദരലി. ജനനത്തിനും വളർച്ചയ്ക്കുമിടയിൽ പലതരം അവഗണനകൾ നേരിട്ടിരുന്നു ഹൈദരലി. സംഗീതത്തോടുള്ള വാസന കലാമണ്ഡലത്തിലെത്തുന്നതിന് നിമിത്തമായി ഭയാത്ഭുതങ്ങളോടെ അവിടേക്ക് ചെന്ന ഹൈദരലിയെ മാപ്പിളച്ചക്കൻ എന്ന നിലയിൽ സഹവിദ്യാർത്ഥികൾ വെച്ച് പുലർത്തിയ അകൽച്ച ഏറെ വേദനിപ്പിച്ചു. മെസ്സിലും ക്ലാസ്സിലും സഹപാഠികൾ നല്ലൊരു ഗ്യാപ്പ് പുലർത്തിയിരുന്നു. സഹവിദ്യാർത്ഥികളുടെ ഇത്തരം അകൽച്ച കുഞ്ഞു ഹൈദരെ ഏറെ വേദനിപ്പിച്ചു. എന്നാൽ സംഗീതത്തിലെ അസാധാരണ കഴിവ് തിരിച്ചറിഞ്ഞ ഗുരുക്കന്മാരായ ശിവരാമനാശാനും നീലകണ്ഠൻ നമ്പീശനാശാനും ഹൈദറിനെ ഏറെ പരിഗണിച്ചിരുന്നു. ആലാപന വഴിക്കും അഭ്യസന വഴിക്കും വ്യത്യസ്തത പുലർത്തിയിരുന്ന ഈ അധ്യാപകർക്ക് പാട്ട് വേഗം പഠിക്കുന്ന ഹൈദറിനോട് വലിയ സ്നേഹമായിരുന്നു.
വീട്ടിൽ പോകാൻ കാശില്ലാതെ വിഷമിക്കുന്ന അവസരത്തിൽ കാശ് നൽകിയും മറ്റാവശ്യങ്ങൾക്ക് പോകുമ്പോൾ ക്ലാസ് എടുക്കാൻ ഹൈദറിനെ വിശ്വസിച്ചേൽപ്പിക്കുകയും പോകുന്നതിൽ നിന്ന് അധ്യാപകരുടെ സമീപം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്ന ഹൈദറിനെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിട്ടാണ് പോവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഹൈദറിനെ എങ്ങനെയാണ് അവർ കാണുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ആ ഒരു ചോദ്യം. ഇനിയൊക്കെ വേറെ വേറെ ചാപ്റ്റേഴ്സാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, മനുഷ്യജീവിത അവസ്ഥകൾ ലോകത്തെവിടെയും ഒരുപോലെയാണെന്ന് പറഞ്ഞു തരികയാണ് വിവർത്തന കൃതികൾ ചെയ്യുന്നത്. പ്രകാശം ജലം പോലെയാണെന്ന കഥയെ ആസ്പദമാക്കി വിശദീകരിക്കുക. അതായത് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ഭാവനാത്മകമായിട്ട് ജീവിതം കരുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരാണ് പ്രകാശം ജലം പോലെയാണെന്ന കഥയിലെ കഥാപാത്രങ്ങൾ. തനിക്ക് നഷ്ടപ്പെട്ടതല്ല, ആ കുട്ടികൾ നഷ്ടപ്പെട്ട ലോകങ്ങളെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ്. ജനിച്ച നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് അവരെ വേരോടെ നമ്മൾ പിടിച്ചു മാറ്റി, അല്ലെങ്കിൽ മറ്റൊരു നഗരത്തിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കുന്നു. എന്നാൽ അവിടെ വെച്ച് അവർ എന്ത് ചെയ്യുന്നു, തനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന ഉൾക്കടലില്ല, അല്ലെങ്കിൽ ബോട്ട് അടുപ്പിക്കാനുള്ള സ്ഥലങ്ങളില്ല, കളിക്കാനുള്ള സ്ഥലങ്ങളില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, നഷ്ടപ്പെട്ട സംഭവങ്ങളെല്ലാം അവരെ വീണ്ടും സൃഷ്ടിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇത് നന്നായി വായിക്കുക. ഞാനിവിടെ ക്വസ്റ്റ്യൻ കാണിക്കുന്നത് ഫുള്ളായിട്ട് വായിക്കുന്നില്ല. ഇതിൻ്റെ ചോദ്യം, ഇതിൻ്റെ ആൻസറൊക്കെ നന്നായിട്ട് വായിച്ചോളൂ. സ്ക്രീൻഷോട്ട് എങ്ങാനും എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ. അതുപോലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേശിനിയെ കുറിച്ച്. കേശിനിയുടെ കഥാപാത്രത്തെക്കുറിച്ച് സവിശേഷത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നളചരിത മാട്ടക്കഥയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേശിനി മൊഴി. അതിലെ കേശിനി എന്ന് പറയുന്ന കഥാപാത്രം ആളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. അതായത് ദമയന്തിയുടെ തോഴിയാണ് എന്നാൽ വളരെ കൃത്യമായി ദമയന്തി പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് കേശിനി എന്നൊക്കെ പറയാം. അപ്പോൾ കേശിനിയെ കുറിച്ചിട്ടുള്ളൊരു കഥാപാത്ര നിരൂപണം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാഠഭാഗങ്ങൾ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വേറെ വീഡിയോസിൽ. അത് കാണാത്തവർ എത്രയും വേഗം കാണുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതേപോലെ ഇനിയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ അഗ്നിവർണ്ണൻ്റെ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക. കേശിനിയെ കുറിച്ചൊരു കഥാപാത്ര നിരൂപണം, ഇതാണ് അതിൻ്റെ ആൻസർ, കേശിനിയെ കുറിച്ചിട്ടുള്ളത്. ഇതൊന്നും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നളചരിതം മാട്ടക്കഥയിലെ കഥാപാത്രമാണെന്നൊക്കെ പറഞ്ഞ് കേശിനിയെ കുറിച്ച് എഴുതുക. അതുപോലെ തന്നെ മാജിക്കൽ റിയലിസ്റ്റിനെ കുറിച്ച്, പ്രകാശം ജലം പോലെയാണ്, അതിലെ ഒരു വലിയൊരു പാരഗ്രാഫ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ 6 മാർക്കിന് 4 മാർക്കിൻ്റെ ഒക്കെ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതേപോലെ ഇനിയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയും ഇങ്ങനത്തെ ക്ലാസ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.